ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നറായ ജിൻഡോനെ പറ്റി നമ്മൾ ഏതൊരു വീഡിയോ ചെയ്താലും ഏതൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആഡ് ചെയ്താലും അതിൻ്റെ അടിയിൽ കമന്റുകളായിട്ട് വരുന്ന ഒരു കാര്യമാണ് ജിൻഡോ ഒരു മണ്ടനാണ്, ഒരു പൊട്ടനാണ്, ഡോക്ടർ റോബിൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സീസൺ 6 വിജയിക്കാൻ സാധിച്ചത്, PR ടീമുകളെ കാശ് കൊടുത്ത് വെച്ചതുകൊണ്ടാണ് ജിൻഡോന് ഇത്രയും ഫാൻസ് ഉണ്ടായത്, എന്താണ് സീസൺ 6ന്റെ കപ്പ് ഉയർത്താൻ പറ്റിയത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഏകദേശം ശരിയാണ്, ആളൊരു മണ്ടനാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് ഒരുപാട് കാലങ്ങൾ മുന്നേ സ്വന്തം വീട്ടുകാരെ പോറ്റാനായിട്ട് 10 രൂപക്ക് ഛർദിൽ വാരുന്ന ഒരു ജിൻഡോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ ഒരു സമയത്ത് കേരളത്തിനകത്തും പുറത്തുമായിട്ട് 4-5 ജിമ്മുകളും ഒരുപാട് സെലിബ്രിറ്റീസ് ജിൻഡോന്റെ കീഴിൽ വന്ന് ജിം ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, തന്റെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ജിൻഡോനോട് സഹായം തേടുന്നുണ്ടെങ്കിൽ അത് പുള്ളി മണ്ടനായതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന 24 പ്രഗത്ഭരായിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ മുന്നിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിച്ച് ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ സപ്പോർട്ട് ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മണ്ടനായിരിക്കും. ഏറ്റവും നല്ല മത്സരാർത്ഥികൾക്ക് മുന്നിൽ വലിയൊരു പെർസെൻറ്റേജ് വോട്ടിന് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോ ഒരു മണ്ടനാണ്. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ജിൻഡോ പുതിയൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് കാലങ്ങൾ മുന്നേ പല സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങളിലായിട്ട് ജിൻഡോ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞൊരു കാര്യം ശരിയായിരിക്കും, പുള്ളി ഒരു മണ്ടനായിരിക്കും. കൂടാതെ മിസ്റ്റർ കേരള, നാഷണൽ അവാർഡ്, ബോക്സിംഗ്, കരോട്ടെ, മാർഷൽ ആർട്സ് അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് തന്റെ കഴിവ് തെളിയിച്ചൊരു മനുഷ്യനാണ് ജിൻഡോ. തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ശരിയായി, പുള്ളി മണ്ടനാണ് അല്ലേ? മണ്ടനല്ലേ പുള്ളി? മണ്ടനാണ്. എല്ലാം പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലെ 100 ദിവസത്തെ താമസം കഴിഞ്ഞ് കപ്പും തൂക്കിയിട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നൊരിറക്കം ഇറങ്ങി. ആ ഒരു സമയത്ത് അവിടെ കേട്ടൊരു ആരവമുണ്ട്, ജിൻഡപ്പ അടിച്ചു കയറി വാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജനങ്ങൾ അവിടെ നിന്ന് വിളിച്ചു കൂവിയ ഒരു ആരവമുണ്ട്. അവിടെ കപ്പുമായിട്ട് വന്നിറങ്ങിയ സമയത്ത് ഒരുപാട് പേര് കെട്ടിപ്പിടിച്ച് ഹാരമണിയിച്ച് ഫോട്ടോ എടുത്ത് തോളിലിരുത്തിക്കൊണ്ടാണ് കാറിലേക്ക് കൊണ്ടുപോയിരുത്തിയത്. അത്രയും ജനങ്ങൾ അവിടെ വന്ന് തരിച്ചുകൂടി കാണാൻ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം പൂർണ്ണമായിട്ടും ശരിയായി, ആളൊരു മണ്ടനാണ്. മണ്ടനായതുകൊണ്ടാണല്ലോ ഇത്രയും വരുന്ന ജനങ്ങൾ കാത്തുകെട്ടി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഹാരവും ഫ്ലെക്സും ട്രോഫിയും ഒക്കെ ആയിട്ടൊക്കെ അവിടെ കാത്തുകെട്ടി നിന്നത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മണ്ടനാണ്. ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ, കമന്റുകൾ ഇട്ടോളൂ, ഞാൻ വായിക്കാം. ഞാൻ പോകുന്നു. ബൈ ബൈ.